അള്ളാനെ സ്നേഹിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ, അള്ളാനെ പേടിക്കാനേ നമുക്കറിയൂ. ഖുർആനിൽ രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ അള്ളാഹുവിനെ ഭയപ്പെടാൻ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, അതിനേക്കാൾ കൂടുതൽ അള്ളാഹിനെ സ്നേഹിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് ഹുബ്ബുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇഷ്ടം പോലെ നടത്താറുണ്ട്. ഞാനൊരു അഭിപ്രായം പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബ് നമ്മൾ ഇഷ്ടം പോലെ, മദ്ഹുർ റസൂൽ ഇഷ്ടം പോലെ നടത്താറുണ്ട്. അത് നടത്തണം, ഒരുപാട് വാനോളം ഉയർത്തി നമ്മൾ പറയണം. കാരണം അതിനും അപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാളുമില്ല എന്നതുകൊണ്ട്. പക്ഷെ എവിടെയെങ്കിലും ഹുബ്ബുല്ലാ എന്ന ടോപ്പിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? അള്ളാഹുവിനെ സ്നേഹിക്കാൻ നമ്മളോട് പറയുന്നുണ്ടോ? അതെവിടെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്? ഹുബ്ബുല്ലാ എന്ന് പറയുന്ന ഒരു സാധനം ഖുർആനിൽ കിടക്കുന്നുണ്ട്. അശദ്ദു ഹുബ്ബൻ ലില്ലാ, അതിശക്തമായി അവർ അള്ളാഹുവിനെ പ്രണയിക്കുന്നവരാണ് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സ്നേഹം നമുക്കുണ്ടെങ്കിൽ ബാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് ഏത് ക്രിക്കറ്റിന്റെ ലോകത്തിലാണ് നമ്മളെങ്കിലും എന്റെ അള്ളാഹുവാണ് വിളിക്കുന്നത് എന്ന തോന്നൽ നമുക്കുണ്ടാകും. ക്രിക്കറ്റ് കളി നമുക്ക് കാണാം, ഫുട്ബോൾ കളി കാണാം, കളിക്കാം. ഏറ്റവും കൂടുതൽ ഗോളുകൾ പിറക്കേണ്ടുന്ന കാലിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സുജൂദും റുക്കൂകളും പിറക്കേണ്ടത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഫുട്ബോൾ കളത്തിൽ ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്നവർ നിങ്ങളായിക്കോ. പക്ഷെ അതോടൊപ്പം ഏറ്റവും വലിയത് എന്റെ അള്ളാഹു ആണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് തിരിയാനുള്ള ഭാഗം കൂടി നമുക്കുണ്ടായിരിക്കണം എന്നതാണ്.